ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് ഇതൊരു ചുരിദാറായിരുന്നു എൻ്റെ. ഞാനത് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 1-2 പ്രാവശ്യം ഇട്ടുള്ളൂ. പിന്നെ എനിക്കെന്തോ ഞാൻ ഇച്ചിരി ഫാഷൻ അടിച്ചിട്ട് എനിക്കത് ഇടാൻ തോന്നിയില്ല. അതൊക്കെ ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ലേസ് സാധനങ്ങളൊക്കെ അഴിച്ചൊക്കെ കളഞ്ഞിട്ടോ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ മോൾക്കൊരു ടോപ്പ് അടിച്ചാലോ, ക്രോപ്പ് ടോപ്പായിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പം അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പം ഞാനിത് 2 വശവും കൂടി നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ 2 ബാക്കും ഫ്രണ്ടും ഇതുപോലെ മടക്കി ഒപ്പത്തിനിട്ടിട്ടുണ്ട്. ഒപ്പിടണേ, ഒപ്പിടുക. അതിനുശേഷം നമ്മുടെ ഇറക്കം നമുക്ക് അളന്നെടുക്കുക. അപ്പോൾ കഴുത്ത് നമ്മൾ ഒന്നും ചെയ്യാനുള്ള കഴുത്ത് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത കഴുത്തായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇറക്കം ശരിക്കും പറഞ്ഞാൽ 23 കിട്ടണം. അതിൽ മുകളിലത്തെ സ്റ്റിച്ചിൻ്റെ തയ്യൽ തുമ്പ് പോകും, അടിയിൽ നമുക്ക് തയ്യൽ തുമ്പ് വരും. അപ്പോൾ 23 കറക്റ്റ് ഇറക്കം കിട്ടണം. പക്ഷെ ഞാൻ ആദ്യം വെട്ടണത് 18നാണ്. ബാക്കി നമ്മൾ ഫ്ലീറ്റാണ് ഇടണത് താഴേക്ക്. 18 എടുത്തിട്ട് നമ്മൾ അവിടേക്ക് ഫ്ലീറ്റാണ് ഇടണത്. 18 എന്ന് പറയുമ്പോൾ പൊക്കിളിൻ്റെ അവിടം വരെയുള്ള വണ്ണോണി ഇറക്കോണി ഞാൻ എടുത്തേക്കണത് കേട്ടോ. കണ്ട, എന്നിട്ട് ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം പിന്നെ വേണ്ടത് നമ്മുടെ ഷോൾഡർ. അപ്പം ഷോൾഡർ നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് അളന്നെടുക്കാൻ ഇച്ചിരി പാടായിരിക്കുള്ളൂ. ഇതൊക്കെ ഷോൾഡർ കളയണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ പോലത്തെ ഒരു ഇപ്പുറത്ത് ഈ കണ്ട കഴുത്തിൻ്റെ അവിടെ എന്തെങ്കിലും ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് കറക്റ്റ് ഷോൾഡർ അളന്നെടുക്കുക. അപ്പം എൻ്റെ ഷോൾഡർ തയ്യൽ തുമ്പടക്കം 7 ഇഞ്ചാണ്. എൻ്റെ മോൾക്കും അത് തന്നെയാണ്. അപ്പോൾ ആ 7 ഇഞ്ചാണ് അത്. കണ്ട, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇതങ്ങനെ തന്നെ. പിന്നെ വണ്ണമാണ്. വണ്ണം എത്രയാണ്? വണ്ണം 9.5 ഇഞ്ച്. അതും കറക്റ്റാണ്. ഇറക്കത്തിലേ പ്രശ്നമുള്ളൂ. അപ്പം നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഞാൻ 18 ഇഞ്ചിൽ നിന്ന് വെട്ടിയെടുക്കണ്ടേ. 18 ഇഞ്ചിൻ്റെ 2 പീസും നമ്മൾ വെട്ടി നമ്മുടെ വണ്ണവും ഇറക്കവും കഴുത്തും ഒക്കെ കറക്റ്റാണ്. ഷോൾഡറും കറക്റ്റാണ്. അപ്പം നമ്മൾക്ക് 23 ഇഞ്ച് വേണമെന്നല്ലേ പറഞ്ഞത്. ഇത് 18 ഇഞ്ചാണ്. ഇനി നമ്മൾ ഫ്രില്ലിനുള്ള വശം എടുക്കണത്. അതെങ്ങനെയാണെന്ന് തോന്നുന്നു. താഴേക്ക് നമുക്ക് 5 ഇഞ്ചും 2 വശത്ത് തയ്യൽ തുമ്പും കൂടി വേണം. ഫ്ലീറ്റ് ഇട്ടെടുക്കാനല്ലേ. അപ്പം 5 ഇഞ്ചും ഞാനൊരു 6.5 ഇഞ്ചിന് വെട്ടണുണ്ട് കേട്ടോ. 6.5 ഇഞ്ചിന് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ 4 പീസ് നമുക്ക് കിട്ടും. 6.5യുടെ 4 പീസ് നമുക്ക് വേണം. എന്നാലും അത്യാവശ്യം ഫ്ലീറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഞാനിതൊന്ന് പോലെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ 4 പീസും കട്ട് ചെയ്തെടുത്ത് ലൈനിങ് നമ്മൾ ഇരുന്നോട്ടെ, കളയണ്ട കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് കൈയാണ്. കൈക്ക് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. കൈക്ക് ഫ്രില്ലാണ് ഇടണമെങ്കിലും ചെറിയൊരു കൈ വേണം കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഒരു ചെറിയ കൈ വേണം, നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ട്, ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് ചീത്തയിപ്പോയത്. കുത്തിക്കീറിപ്പോയി ഒരു സൈഡായി. കുത്തിക്കീറിയ സ്ഥലത്ത് ആണിയമ്മ കൊണ്ട് കുത്തിക്കീറിപ്പോയി. അതാണ് പറ്റിയത്. അപ്പോൾ ഈ സ്ലീവ് ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം നമുക്ക് വേറെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ പുള്ളിക്ക് സ്ലീവിന് അധികം ഇറക്കം വേണ്ട. 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മടക്കി അടിക്കാൻ എല്ലാം കണക്കാക്കിയിട്ട് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ നേരെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്ലീവും കൂടെ നമുക്ക് വേണമല്ലോ. അപ്പോൾ ആ സ്ലീവ് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ലീവ് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ട, അപ്പം അത്രയും നമുക്ക് ഇത് വെച്ച് തന്നെ നമുക്കത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എൻ്റെ കറക്റ്റ് സ്ലീവാണ്. നിങ്ങളുടെ സ്ലീവ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടൊക്കെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ 2 സ്ലീവും ആക്കി എടുത്തിട്ടുണ്ട്. സ്ലീവിൽ നമുക്കിപ്പോൾ കൈക്കുഴി വേണമെന്നില്ല, അല്ല ലൈനിങ് വേണമെന്നില്ല കേട്ടോ. വേണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കളയാം. ഒന്നിൻ്റെ നമ്മ കൈക്കുഴി കുഴിച്ച് വെട്ടിയതാണ്. ഇപ്പം വെട്ടണതിൻ്റെ കൈക്കുഴി ഏത് വശത്താ വന്നേന്ന് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം അതായി. ഇനി വേണ്ടത് നമുക്ക് ഈ കൈക്ക് ഫ്രില്ലിടണ്ടേ, അങ്ങനെ ഒരു പീസ് വേണം. അപ്പം അഴിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് അഴിച്ചെടുക്കാം. അപ്പം ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം നമുക്ക്. ഈ അതായത് സ്ട്രിപ്പിട്ട ഈ ഒരു ഭാഗം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. തുടി പോരാണ്ട് വന്നാൽ നിങ്ങളിത് അഴിച്ച് തന്നെ എടുക്കണം. അപ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് കിട്ടും. 4 ഇഞ്ച് ആദ്യം മടക്കിയതും പിന്നീട് വരയ്ക്ക് 1/2 ഇഞ്ചും കൂടെ 4 ഇഞ്ചും കൂടെ നമുക്ക് 1/2 ഇഞ്ച്
കിട്ടുമ്പോൾ രണ്ട് വശത്തുനിന്ന് നമുക്ക് ഫ്ലീറ്റ് ഇടാനുള്ള തുണി കിട്ടും. അപ്പോൾ ഇതാണത്. നമുക്കിതൊന്ന് ഒരു യു പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് വിരിച്ചിടാം. അതുപോലെ ഈ അടിഭാഗത്തെ ഈ നമ്മൾ തയ്ച്ച് ഇതും കൂടി ഞാൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഫ്ലീറ്റിന് അധികം വീതി വേണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് 4 പീസാണ് കേട്ടോ. 2 പീസായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കണ്ട, ഇതൊരു ചെറിയ പീസും മറ്റേത് നീളം കൂടിയ പീസും കൂടി 2 പീസ്. അപ്പം 4 പീസായിട്ടുണ്ട്. അത് 2ആക്കി മടക്കി ഇട്ടേക്കാണ്. ഇനി നമ്മുടെ ഫ്രില്ലിന് എന്തോരം വീതി വേണമെന്നുള്ളത് നോക്കിയെടുക്കാം. അപ്പം നമ്മുടെ കശക്കൂടെ അവിടെ വരുമ്പോൾ നമുക്ക് വീതി കുറച്ച് മതി. അപ്പം ഞാൻ അവിടെ ഒരു 2.5 ഇഞ്ചും അതുപോലെ മോളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കതൊന്ന് ഇതാക്കി മടക്കി അടിക്കണം. അപ്പം അതിനുള്ളത് കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കണ്ട, എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കത് ഇതുപോലൊരു ഷേപ്പിൽ കിട്ടും. കണ്ട, എന്നിട്ട് നമുക്ക് ഈ സൈഡൊന്ന് മടക്കി അടിച്ചെടുക്കാനുള്ളതാണ്. അങ്ങനെ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയല്ല ഇതിൻ്റെ കട്ടിങ് കേട്ടോ. നമുക്ക് ഇനി അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഈ ലൈനിങ് ഇതുപോലെ പതുക്കെ പുറത്തോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് ഞാനിങ്ങനെ ഊരി എടുത്തിട്ട് എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തോട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നൂല് ഇഷ്ടംമാരെയാണ് നമ്മൾ അയച്ചെടുത്തതിൻ്റെ ഒരു നൂലുണ്ട്. ഇതുമ്പോൾ അതങ്ങോട്ട് നമുക്ക് കൈ കൊണ്ട് കളയാം. എന്നിട്ട് ഇത് ഈ ലൈനിങ്ങിൻ്റെ നല്ല വശം, അതായത് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. കണ്ട, എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ കഴുത്ത് കറക്റ്റിനൊന്ന് അടിച്ചിങ്ങനെ എടുത്താൽ മതി. അപ്പോഴത്തേക്ക് വലിക്കാതെ അടിക്കണം കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടേ വലിയും. അപ്പോൾ നമുക്ക് ഈ കഴുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഴുത്ത്. നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്തിട്ട് പതിച്ചടിക്കണമെങ്കിൽ പതിച്ചടിച്ചു കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ ഈ വെള്ളയുടെ മുകളിലൂടെ ഒന്ന് കറക്റ്റായിട്ട് പതിച്ചടിച്ചു കൊടുത്താൽ അടിപ്പ് മുകളിൽ പൊക്കോളൂ കേട്ടോ. അതെങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടിച്ചെടുക്കുക. മുകളിൽ വന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് മുകളിൽ സ്റ്റിച്ച് ഫ്രണ്ട് കഴുത്തിൻ്റെ മുകളിൽ സ്റ്റിച്ച് വന്നത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അയൺ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് അടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഷോൾഡർ ഒന്ന് കൂട്ടുകയാണ്. അപ്പോൾ ഷോൾഡർ ഇത് ഇനി പഴിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് പണിയാകും. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് അകലത്ത് 1/2 ഇഞ്ച് താഴ്ത്തി ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് 2 ഷോൾഡറും. അപ്പം നമ്മൾ ഷോൾഡർ കൂട്ടിയെടുത്തിട്ടാ. ഇനിയിപ്പം നമുക്ക് സ്ലീവാണ് പിടിപ്പിക്കാനുള്ളത്. അല്ല, ഷോൾഡർ നല്ല ഭംഗിക്ക് തന്നെ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിച്ചെടുക്കാം. സ്ലീവിൻ്റെ അടിഭാഗം നമുക്കൊരു 1/4 ഇഞ്ച് അകലത്തിൽ ആദ്യം മടക്കി ഒരു 1/4 കൂടി മടക്കി 1/2 ഇഞ്ചിൽ ഒന്ന് സ്ലീവ് അടിവശം അടിച്ചെടുക്കുക 2ൻ്റെ. കൂട്ടുകാരെ ഞാൻ ഇതുപോലെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡ് 2ൻ്റെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഫ്ലീറ്റ് ഇട്ടൊരു കൈ വരണുണ്ടല്ലോ, അത് ഫ്ലീറ്റ് ഇട്ട് എടുക്കണം. എന്നിട്ട് വേണം ഇതും കൂടിയാണ് നമുക്ക് ഒന്നിച്ച് ഇത് ജോയിൻ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഫ്ലീറ്റ് ഇട്ട് എടുക്കുമ്പോൾ ഇത് തികയാണ്ട് വരും. കാരണം എന്താണ്, ചുരിദാറിനുമേന്നല്ലേ നമ്മൾ വെട്ടിയെടുത്തത്. അപ്പോൾ പീസ് ഉണ്ട് എന്തായാലും. അപ്പം ഞാനിത് ഈ നടുക്ക് ഭാഗം കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് കുറച്ച് പീസ് കയറ്റി കൊടുക്കുകയാണ്. അതെങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, ഈ ഒരു പീസ് നമുക്ക് കൂടുതലാണ് കണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഒരു ഭാഗം എന്തോരം വേണോ അതനുസരിച്ച് വെക്കുക. അപ്പോൾ അത് ഇത്രയെങ്കിലും നമുക്ക് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇത്രയും കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായില്ലേ? ഈ പീസിനെ നമ്മൾ ആദ്യം വെട്ടിയെടുത്ത പീസിനെ ഞാൻ 2ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ
രണ്ടാമത് വെട്ടിയെടുത്ത പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിലോട്ട് ഒന്ന് യോജിപ്പിച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ ഞാൻ നമ്മൾ ആദ്യം വെട്ടിയെടുത്തതിൽ നിന്ന് ഒറ്റ പീസിനെ രണ്ടാക്കി മുറിച്ചെടുത്തു കണ്ട. ഇനി ഇതാണ് നമുക്ക് നടുക്ക് കയറ്റി കൊടുക്കാനുള്ളത്. അപ്പോൾ കയറ്റുമ്പോൾ എങ്ങനെയാണ്, ഈ ഒരറ്റത്ത് ഈ നല്ല വശങ്ങൾ തമ്മിൽ ആദ്യം ജോയിൻ ചെയ്തെടുക്കുക, അതിനുശേഷം നിവർത്തിയിട്ടിട്ട് ഈ ഒരറ്റം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടിയടിച്ച് നിവർത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ഫ്ലീറ്റ് അധികം കിട്ടും. അപ്പം അങ്ങനെ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇത്ര ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫ്ലീറ്റ് ഇട്ടെടുക്കണം. ഫ്ലീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ഈ മുകളിലത്തെ സൈഡ് അത് ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് അടിച്ചിങ്ങനെ എടുക്കാം നമുക്ക്. അപ്പോൾ ഇതിവിടെ വരുമ്പോഴത്തേക്കൊരു യു പോലെയാണ് കേട്ടോ. അതുപോലെ കറക്റ്റിന് ചുളുക്കില്ലാണ്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതെ നല്ല ഭംഗിക്ക് തന്നെ നമ്മളതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ലായിടണത് അത് വേണമെന്നുണ്ടെങ്കിൽ വലിയ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് നൂല് വലിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുത്താലും മതി. എനിക്ക് എളുപ്പം അതാണെന്ന് തോന്നുന്നത് അങ്ങനെ വെച്ചടിക്കാനാണ്. അപ്പം ഞാനത് അങ്ങനെ തന്നെ അപ്പം ഞാൻ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ശരിക്കും ഇതുപോലെ ഇതുമ്പോൾ തന്നെ വെച്ച് പിടിപ്പിച്ച് അറ്റം വരെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെ നല്ല ഭംഗിക്ക് നമ്മൾ ഇത് ഫ്രില്ലിട്ടെടുത്ത് കണ്ട. അത്യാവശ്യം ഫ്രില്ലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ, അതായത് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് സാധാ കൈ ഉണ്ടല്ലോ, നമ്മൾ സാധാ ഒരു കൈ വെട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൈ നല്ല ഭംഗിക്ക് ഇടാൻ പറ്റും. ഇതിൻ്റെ നല്ല എവിടെയാണ് ഷോൾഡർ, ആ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് അങ്ങാടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ കൈ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ കൈ വരുമെന്നേ ഉള്ളൂ, കൈ മുകളിൽ ഇച്ചിരി കാണുമെന്നേ ഉള്ളൂ. കൈ വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. നമുക്ക് അടുത്ത കൈ ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം. 2 സൈഡിലെ കൈയും ഫ്ലീറ്റും കൈയും വെച്ച് കൈയുമായി ഫ്ലീറ്റുമായി. ഇനി എന്താണ്, ഇനി നമുക്ക് ഷേപ്പ് ഒന്ന് കൂട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വലിയൊരു പരിപാടി കിടപ്പുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പം നമ്മുടെ ഷേപ്പ് നോക്കിയിട്ട് അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിൻ്റെ അറ്റം വരെ നമുക്കിതൊന്ന് ഷേപ്പിന് അടിച്ചെടുക്കാം. അടിക്കുമ്പോൾ ഇത് രണ്ടും മുകളിലോട്ട് വന്നോ കേട്ടോ. എന്നുവെച്ചാൽ 2 കൈയാണ് ഇതിനകത്ത്, ഫ്ലീറ്റ് കൈ ഇട്ടതും പിന്നെ നമ്മുടെ സാധാരണ കൈ. അത് കാരണം രണ്ടും ഒപ്പം പിടിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത്ത് അറ്റം വരെ നമുക്ക് ഇത് ഷേപ്പ് ചെയ്തൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ നമുക്കത് ഈ 2 ഭാഗം ഉണ്ടല്ലോ കുറച്ചൊന്ന് കയറ്റി കട്ട് ചെയ്യണം, ഒരു 1 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നടുക്കൊന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതുപോലെ സൈഡൊന്ന് മുകളിലോട്ട് കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ അതെ ഇങ്ങനെയായി നമ്മുടെ ടോപ്പ് അടിഭാഗം ഇങ്ങനെ. ഇനി നമുക്ക് അടിയിൽ ഫ്രില്ലിട്ട് കൊടുക്കണ്ടേ, അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പണി അങ്ങോട്ട് തീരും. അപ്പം നോക്കൂ, കൈ നോക്കിക്കേ, നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്കും ഇഷ്ടമാവും. അതിൽ പ്ലേറ്റ് ഇടാൻ നമ്മൾ മുറിച്ചെടുത്തേക്കണ 6.5 ഇഞ്ചല്ലേ നമ്മൾ മുറിച്ചെടുത്തത് അല്ലേ. അത് നല്ല വശങ്ങൾ തമ്മിൽ 4 പീസും കൂട്ടിയെടുക്കണം. നല്ല വശങ്ങൾ തമ്മിൽ 4 പീസ് കൂട്ടിയെടുത്തതിന് ശേഷം ഈ 2 സൈഡും എത്രയോ ചെറുതാക്കി അടിക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി 2 സൈഡ് ഇതുപോലൊരു മടക്കി അടിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഫ്ലീറ്റ് ഇടാൻ. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ തന്നെയാണ് കേട്ടോ. അതുപോലെ കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണം. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം നേരമ്പളത്തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണമല്ലോ, വീഡിയോ ഇടണമല്ലോ എന്നൊരു പറയാനറിയിക്കാത്തൊരു സന്തോഷമാണ്. അപ്പം നിങ്ങളാണ് എൻ്റെ പ്രോത്സാഹനം. അപ്പോൾ അതുപോലെ ഇനിയുള്ള വീഡിയോകൾക്കും അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ മുടങ്ങാതെ ഇടണുണ്ട്. ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇടാൻ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനമാണ്. അതുകൊണ്ട് ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫ്ലീറ്റ് പിടിപ്പിക്കണ്ടേ. അപ്പോൾ ഈ സൈഡ് രണ്ടും ഇത് അപ്പുറത്തോട്ടും ആക്കി വെക്കുക. അതിനുശേഷം ഇത് ഉള്ളിലോട്ടാക്കുക. നമ്മൾ അടിച്ച ഫ്ലീറ്റ് ഇടാനുള്ള തുണി ഉള്ളിലോട്ടാക്കുക. എന്നിട്ട് എവിടെ നിന്നാണോ തുടങ്ങണം അവിടേക്ക്. അതപ്പോൾ സൈഡ് പൊട്ടിച്ചു കൊടുക്കണ്ട. എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് വെച്ച് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പം നല്ല
ക്ലോത്തിൻ്റെ നല്ല വശം താഴെ ഇവിടെ മുകളിലും ഈ നമ്മ ഫ്ലീറ്റ് ഇടുന്നത് ചീത്ത വശത്തുമാണ്. കണ്ടാ ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇടാൻ തുടങ്ങി നമ്മൾ ഒരു 4 ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് ചെറിയ ഫ്ലീറ്റ് ഇട്ട് ചുറ്റും കൊടുക്കുക.